എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിലേക്ക് വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലെയുടെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ച മിഡ് വീക്ക് എലിമിനേഷനാണ് ഹൗസിൽ നടന്നത്. കടുത്ത പോരാട്ടത്തിലൂടെ ടിക്കറ്റ് ടു ഫിനാലെ സ്വന്തമാക്കിയ മത്സരാർത്ഥിയായിട്ടും നൂറ ഷോയിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഫിനാലെ സ്വപ്നം തകർന്നതിലെ ദുഃഖവും കിരീടം ആർക്ക് ലഭിക്കണമെന്നതിനെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും പ്രതികരണവും നൂറ പങ്കുവെച്ചുകയുണ്ടായി. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷമുള്ള നൂറയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ ഈ എവിക്ഷൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ടോപ്പ് 5-ൽ ഞാനും ഉണ്ടാകുമെന്നും ഫിനാലെ വേദിയിലെത്തുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കതിന് കഴിഞ്ഞില്ല. എന്റെ ഏറ്റവും വലിയ വിഷമം ഈ സീസണിലെ ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ച ഞാൻ അതിന്റെ ഫലം കൃത്യമായി ഉപയോഗിക്കാതെ പുറത്തുപോയി എന്നതിലാണ്. ഈ ആഴ്ചയിലെ എന്റെ പ്രകടനം കുറച്ച് മോശമായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഹൗസിനുള്ളിലെ ചില അനാവശ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം ഗെയിമിൽ എനിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പെർഫോമൻസിലെ ഈ കുറവ് തന്നെയാണ് പ്രേക്ഷകർ വോട്ടുകൾ കുറയാനും ഞാൻ പുറത്താകാനും കാരണമായത്. ഇനിയുള്ള വോട്ടിംഗിൽ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. എന്റെ ആഗ്രഹം അർഹിക്കുന്ന ഒരു വ്യക്തി ഈ സീസണിൽ വിജയിക്കണമെന്നാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അനീഷാണ് ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിലിന് ഏറ്റവും അർഹനായ വ്യക്തി. ഗെയിമിന് സമയത്തും അല്ലാതെയും അദ്ദേഹം നല്ല വ്യക്തിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. പ്രേക്ഷകർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും വിജയിക്കണം. അനുവും എന്റെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. അവൾക്ക് കപ്പ് കിട്ടിയാതും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മിഡ് വീക്ക് എലിമിനേഷനിലൂടെയുള്ള നൂറയുടെ ഈ വിടവാങ്ങൽ പ്രേക്ഷകർക്ക് ഒരു ഷോക്ക് തന്നെയാണ്. ടിക്കറ്റ് ടു ഫിനാലെ നേടിയ ശേഷം പുറത്തായതിലെ വിഷമം പങ്കുവെച്ചപ്പോഴും അനീഷിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാൻ നൂറ മടിച്ചില്ല. ബിഗ് ബോസ് കിരീടം ആര് നേടണമെന്നതിനെക്കുറിച്ച് തന്റെ ശക്തമായ നിലപാട് നൂറ വ്യക്തമാക്കി കഴിഞ്ഞു. പ്രേക്ഷകർ ഇനി അർഹിക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക, വെറും PR പ്രചാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൂറ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഗ്രാൻഡ് ഫിനാലെയിലേക്ക് ഇനി വളരെ കുറഞ്ഞ സമയം മാത്രം ശേഷിക്കെ ടൈറ്റിൽ വിന്നറെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഓരോ നിമിഷത്തെയും ഏറ്റവും പുതിയതും വിശ്വസനീയവുമായ അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.